ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പാട്ടിന്റെ പിന്നാമ്പുറങ്ങൾ എന്ന ആത്മീക പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 1881 കുന്നംകുളത്തിനടുത്ത ഒരു മാർത്തോമ കുടുംബത്തിൽ പി വി തൊമ്മി എന്ന കർത്താവിന്റെ ദാസൻ ജനിച്ചു. 5ാം ക്ലാസ്സോടെ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം അവസാനിപ്പിച്ച തുവയൂർ പള്ളി സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു വരവേ 19ാം നൂറ്റാണ്ടിന്റെ ഒടുവിലുണ്ടായ ആത്മിക ഉണർവിൽ പി വി തൊമ്മി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം അധ്യാപക ജോലി രാജിവെച്ച് പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി താൻ ഇറങ്ങിത്തിരിച്ചു. ഗുരുവായൂർ പട്ടണത്തിൽ വെച്ച് നടന്ന ഒരു സുവിശേഷ യോഗത്തിൽ ശക്തമായ പ്രതികൂലങ്ങൾ നേരിട്ട സുവിശേഷ വിരോധികളാൽ കല്ലേറുകൊണ്ട് താഴെ വീണ് എഴുന്നേൽക്കാൻ കഴിയാതെ ക്ഷീണിതനായി കിടക്കുന്ന ഈ ദൈവദാസൻ പാടിയ ഒരു ഗീതമാണ് കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്ന് പാടും ഞാൻ യേശുവിന് എന്ന ഗാനം വളരെ സുപരിചിതമായ ഗാനമാണ്. കടുത്ത ദാരിദ്ര്യത്തിലും പട്ടിണിയിലൂടെയും തന്റെ ജീവിതം കടന്നു പോകുമ്പോൾ മറ്റാളുടെ അടുക്കലും തന്റെ പരിഭവങ്ങൾ പങ്കുവെക്കാതെ ദൈവത്തെ സ്തുതിച്ച ഈ ഭക്തൻ പാടി, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. ലഭിച്ച നന്മകളൊന്നും സ്വന്തമായി സ്വരുക്കൂട്ടി വെക്കാതെ സാധുക്കളായ ആളുകൾക്ക് ദാനമായി നൽകി അനേകരുടെ വിശപ്പടക്കി ഈ കർത്താവിന്റെ ദാസൻ തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും വ്യാപൃതനായി മാറി. താൻ പാർത്ത വീടിന്റെ മുകൾ ഭാഗം മുളകൊണ്ട് തട്ടിട്ട് ഓലമേഞ്ഞ വീടിന്റെ മുകളിലത്തെ നിലയിൽ കയറിയിരുന്ന ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥനയ്ക്കും തന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടു. ആ പ്രാർത്ഥനാ മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവ് നൽകിയ വരികൾ നൂറുകണക്കിന് ഗാനങ്ങളായി പുറത്തു വരുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ വെച്ചാണ് ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും ഒട്ടുമിക്ക സമയങ്ങളും താൻ ചിലവഴിച്ചത്. പരിശുദ്ധാത്മാവ് നൽകിയ വരികൾ അനേക ജീവിതങ്ങൾക്ക് ഇന്നും അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. 1919 കുന്നംകുളം പ്രദേശത്ത് കോളറ, വസൂരി, ടൈഫോയിഡ് എന്ന രോഗം വ്യാപകമായി പരക്കപ്പെട്ടു. അനേക ആളുകൾ ഈ രോഗം നിമിത്തം മരണമടഞ്ഞു. ഈ രോഗത്തെ പേടിച്ച് അനേക ജീവിതങ്ങൾ ഭവനത്തിനകത്ത് ഒളിച്ചിരുന്നപ്പോൾ രോഗബാധിതരായ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാൻ ഈ കർത്താവിന്റെ ദാസൻ അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നിരുന്നു. 1919 ജൂലൈ മാസം 10-ാം തീയതി അതേ രോഗം തന്നെയും പിടിപെട്ടു എന്ന് ആ ദൈവദാസൻ മനസ്സിലാക്കി ഭവനത്തിൽ വന്ന് കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ ഈ വിവരമറിഞ്ഞ ദേശത്തുള്ള അനേക ആളുകൾ തന്റെ അടുക്കിലേക്ക് വന്നുകൂടിയ സകല ജനത്തോടും നിത്യതയെക്കുറിച്ച് ആത്മാവിൽ താൻ കൈമാറിയിട്ട് ആ ദിവസം താൻ പ്രിയം വെച്ച ദൈവത്തിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. 150-ൽ ഗാനങ്ങൾ മലയാള ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ചിട്ടാണ് ഈ ദൈവവൃദ്ധൻ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. അതിൽ 30-ൽ പ്രചാരം നേടിയ ഗാനങ്ങൾ ഇന്നും പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഈ കർത്താവിന്റെ ദാസൻ
തമിഴിലും ഇംഗ്ലീഷിലും പാണ്ഡിത്യം നേടിയ ഈ ദൈവഭൃത്യൻ മാരാമൺ കൺവെൻഷൻ കൊയറിലും പരിഭാഷയിലുമൊക്കെ വ്യാപൃതനായി മാറുവാൻ ഇടയായി. വിവിധ മേഖലകളിൽ ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഈ ദൈവദാസൻ എഴുതിയ പാട്ടുകളിൽ ഏറ്റവും ആളുകളെ സ്വാധീനിച്ച മനോഹരമായ ഒരു ഗാനമാണ് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഈ ഗാനം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയട്ടെ. അതിനായി കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ചിന്തയിലടങ്ങാ സിന്ധു സമാനമ സന്തതം കാണുന്നു. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമ സന്തതം കാണുന്നു. സ്നേഹമതിന്വിതം ആർക്കു ഗ്രഹിച്ചില്ലേ അതിൻ ആഴമളന്നിട എത്ര ബഹുലമത്. യാവതില്ലേ അതിൻ ആഴമളന്നിട എത്ര ബഹുലമത്. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും സ്നേഹമതുല്യമോ. കേവലം സ്നേഹിച്ചു പാലിച്ചിടും സ്നേഹമതുല്യമോ. മാർവിലുല്ലാസമ സന്തതം ചേർന്നിരുന്ന മാർവിലുല്ലാസമ സന്തതം ചേർന്നിരുന്ന ജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതീശനമേ. ജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതീശനമേ.
സമാധാനം സന്തതം ചിന്തയിലടങ്ങ